ചാലക്കുടിയിൽ സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് ലോറിക്ക് തീപിടിച്ചു. സ്കൂട്ടർ യാത്രികൻ പൊള്ളലേറ്റ് മരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ വാർത്തയാണ്. സൂരജ് സജി വിശദാംശങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. ലോറി തീപിടിച്ച ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിനിടയിലാണ് സ്കൂട്ടർ യാത്രികൻ പൊള്ളലേറ്റ് മരിച്ചത്. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു. സൂരജ് സജി, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ അപകടത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ഇന്ന് 7:20 കൂടിയായിരുന്നു ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ ഈ അപകടമുണ്ടാകുന്നത്. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികനാണ് പൊള്ളലേറ്റ് മരിച്ചത്. ഈ ലോറിയിൽ ഈ കെമിക്കൽ കയറ്റി വരികയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ കെമിക്കലിനാണ് തീപിടിക്കുന്നത്. ലോറി വലിയ രീതിയിൽ ആളിക്കത്തുന്നു. ഈ അപകടമുണ്ടായതിന് പിന്നാലെ ഈ സ്കൂട്ടർ യാത്രികൻ ഇതിനിടയിൽ ലോറിയിൽ പെട്ടുപോവുകയായിരുന്നു. പക്ഷേ രക്ഷിക്കാനൊരു ശ്രമം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെയും ഈ വാഹനയാത്രികരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയെങ്കിൽ പോലും ഈ വലിയ രീതിയിൽ ലോറി ആളിക്കത്തിയത് കൊണ്ട് തന്നെ ഈ അടിയിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴേക്കും ഈ സ്കൂട്ടർ യാത്രികൻ പൊള്ളലേറ്റ് മരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരും പുറത്തു വരുന്നുണ്ട്. ചാലക്കുടി വിആർപുരം സ്വദേശിയായിട്ടുള്ള ഞാറക്കൽ അശോകൻ മകൻ അനീഷ് 40 വയസ്സാണ് മരിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അതായത് ചാലക്കുടി സ്വദേശി തന്നെയാണ് ഈ അപകടത്തിൽ മരിച്ചയാൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോട്ട ആശ്രമം ജംഗ്ഷനിൽ നേരത്തെയും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇതിന് അടുത്താണ്. തുടർച്ചയായി ഈ മേഖലയിൽ അപകടമുണ്ടാകുന്നു. നേരത്തെ മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം ഈ മേഖലയിലെത്തി പരിശോധനകൾ നടത്തി ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയായി ഇത് മാറുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു സ്കൂട്ടർ യാത്രികന് തന്നെ ഇപ്പോൾ ഈ അപകടത്തിൽ പൊള്ളലേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സജിയാണ് വിവരങ്ങൾ നൽകിയത്.